നമസ്കാരം. സൂര്യൻ്റെ ചലനം നമ്മുടെ വീടുകളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതാണ് ഇന്നത്തെ വിഷയം. അതിനു മുൻപ് കുറച്ച് അടിസ്ഥാനപരമായ കാര്യങ്ങൾ. ഇത് ഭൂമിയാണെന്ന് വിചാരിക്കുക. ഇത് ഭൂമധ്യരേഖ അഥവാ ഇക്വേറ്റർ. ഭൂമധ്യരേഖയ്ക്ക് മുകളിലായി ഉത്തരാർദ്ധഗോളം അഥവാ നോർത്തേൺ ഹെമിസ്ഫിയറും ഭൂമധ്യരേഖയ്ക്ക് താഴെയായി ദക്ഷിണാർദ്ധഗോളം അഥവാ സതേൺ ഹെമിസ്ഫിയർ. ഭൂമധ്യരേഖയിൽ നിന്ന് 23.4 ഡിഗ്രി മുകളിലായി ഉത്തരായന രേഖ അഥവാ ട്രോപ്പിക് ഓഫ് ക്യാൻസറും 23.4 ഡിഗ്രി താഴെ ദക്ഷിണായന രേഖയും അഥവാ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും സ്ഥിതി ചെയ്യുന്നു. നമ്മുടെ ഇന്ത്യ ഇവിടെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കാണാം പൂർണ്ണമായും ഇന്ത്യ ഉത്തരാർദ്ധഗോളത്തിലാണ്. കൂടാതെ ഉത്തരായന രേഖ ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ് തുടങ്ങിയ 8 സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങൾ ഉത്തരായനം, ദക്ഷിണായനം എന്ന് കേട്ടിട്ടുണ്ടാകും. സൂര്യൻ ദക്ഷിണായന രേഖ മുതൽ ഉത്തരായന രേഖ വരെ പോകുന്ന ചലനത്തെ ഉത്തരായനമെന്നും ഉത്തരായന രേഖ മുതൽ തിരിച്ച് ദക്ഷിണായന രേഖ വരെ പോകുന്ന ചലനത്തെ ദക്ഷിണായനം എന്നും പറയുന്നു. ഇനി ഈ മോഡൽ ഒന്ന് ശ്രദ്ധിക്കുക. കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് എന്നിവ ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ വെള്ള വര ഭൂമധ്യരേഖയാണെന്ന് സങ്കല്പിക്കുക. ഇതിന് താഴെ തെക്ക് ദക്ഷിണാർദ്ധഗോളവും മുകളിലായി ഉത്തരാർദ്ധഗോളവും. ഇവിടെ നമ്മുടെ വീട് ഉത്തരാർദ്ധഗോളത്തിലാണ്. സൂര്യൻ 6 മാസക്കാലം ഉത്തരാർദ്ധഗോളത്തിലും 6 മാസക്കാലം ദക്ഷിണാർദ്ധഗോളത്തിലുമാണ് ഉണ്ടാവുക. സൂര്യൻ പോകുന്ന അവസാന പോയിൻ്റാണ് മുൻപ് സൂചിപ്പിച്ച ഉത്തരായന രേഖയും ദക്ഷിണായന രേഖയും. തെക്ക് ഭാഗത്ത് സൂര്യൻ നിൽക്കുമ്പോൾ സ്വാഭാവികമായും നിഴൽ വടക്ക് ഭാഗത്താണ് പതിക്കുക. വടക്ക് ഭാഗത്ത് സൂര്യൻ വരുമ്പോൾ തെക്കോട്ടും. ഭൂമിയാണ് സൂര്യനെ ചുറ്റുന്നതെങ്കിലും സൗകര്യത്തിനായി സൂര്യൻ്റെ ചലനം എന്നാണ് ഇനി പറയുന്നത്. സൂര്യൻ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് പോകുന്നതനുസരിച്ച് നിഴൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് മാറുന്നു. ഇനി കാര്യത്തിലേക്ക്. നമ്മൾ ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഫലത്തിൽ കേരളത്തിൽ കൂടുതൽ സമയവും തെക്ക് നിന്നാണ് സൂര്യരശ്മികൾ വരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ചൂടും ആ ഭാഗത്ത് തന്നെയാവും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ വീടുകൾക്ക് കൂടുതലും വടക്കോട്ടും കിഴക്കോട്ടും ദർശനം വയ്ക്കുന്നത്. പൊതുവെ രാവിലെ അന്തരീക്ഷം തണുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ രാവിലെയുള്ള സൂര്യന് ചൂട് കുറവായിരിക്കും. ഭൂമി ചൂട് ആഗിരണം ചെയ്ത് ഉച്ചയോടുകൂടി ചൂട് അതിൻ്റെ മാക്സിമത്തിലെത്തുന്നു. ഇപ്പോൾ ഉള്ള അന്തരീക്ഷത്തെ ചൂട് കാലത്തെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. ഇനി വെയിലടിക്കുന്നത് വീടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് നിന്നാണ്. അതുകൊണ്ട് തന്നെ വീടിൻ്റെ പടിഞ്ഞാറേ ഭാഗത്ത് കിഴക്ക് ഭാഗത്തേക്കാൾ കൂടുതൽ ചൂട് അനുഭവപ്പെടും. അതുകൊണ്ട് തന്നെ പടിഞ്ഞാറ് ഭാഗത്ത് വലിയ ജനാലകളുണ്ടെങ്കിൽ കൂടുതലായി ചൂട് മുറിക്കുള്ളിലേക്ക് എത്തും. കൂടാതെ ചൂട് കൂടുതൽ സമയവും തെക്കു ഭാഗത്തും അടിക്കുന്നത് കൊണ്ട് അവിടേക്ക് വാതിലുകൾ കൊടുക്കുന്നത് കുറവാണ്. ഇപ്പോൾ ചോദിക്കാൻ തെക്കു ഭാഗത്തോട്ട് വാതിൽ പണിയാൻ പാടില്ലേ എന്ന്. തീർച്ചയായും പണിയാം. ചൂട് മൂലം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കേണ്ട നടപടികൾ സ്വീകരിക്കണം. ബഫർ സോണുകൾ പണിയുക എന്നതാണ് ഇതിലൊരു മാർഗം. അതിലൊന്നാണ് തണൽ മരങ്ങൾ ഈ ഭാഗത്ത് വെക്കുക എന്നത്. മരം വെക്കാൻ സൗകര്യമുണ്ടെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് മരം വെക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമുള്ള ചൂടിൽ നിന്ന് വീടിന് തണൽ ലഭിക്കും. വരാന്ത പടിഞ്ഞാറ് ഭാഗത്ത് പറ്റുമെങ്കിൽ പണിയാം. അത് നേരിട്ട് സൂര്യപ്രകാശം മുറികൾക്കുള്ളിലേക്ക് പ്രവേശിക്കുന്നത് തടയും. ഈ ഏരിയയിൽ നല്ല രീതിയിൽ വള്ളിച്ചെടികൾ കൊണ്ടുള്ള ഷെയ്ഡുകൾ, പന്തലുകൾ എന്നിവ പരീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് ചൂട് കൂടെ കണക്കിലെടുത്ത് ഇനി മുറി ക്രമീകരിക്കാൻ ശ്രദ്ധിക്കണം. ചൂട് കൂടുതൽ കടും നിറങ്ങൾ ആഗിരണം ചെയ്യുന്നത് കൊണ്ട് തന്നെ പുറം ചുമരുകൾക്ക്, മേൽക്കൂരകൾക്കും കടും നിറം ഒഴിവാക്കി ഇളം നിറം ഉപയോഗിക്കാം. കൂടാതെ തെർമൽ ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ചുമരുകളും മേൽക്കൂരയും ഉപയോഗിക്കാം. ഓവർ ഹാങ്ങിങ് റൂഫ്, വെന്റിലേറ്റഡ് റൂഫ്, സ്ലോപ്ഡ് റൂഫ് ഇവയെല്ലാം ചൂട് കുറയ്ക്കാൻ ഉപകരിക്കും. പിന്നെ ഗ്രീൻ റൂഫുകൾ ചൂട് കുറയ്ക്കാൻ ഉപകരിക്കും. അതും നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്രോസ് വെന്റിലേഷൻ. നല്ല രീതിയിൽ കാറ്റിൻ്റെ ദിശ മനസ്സിലാക്കി ക്രോസ് വെന്റിലേഷൻ ഉപയോഗിച്ചാൽ മുറികളിൽ ഒരു പരിധി വരെ ചൂട് കുറയ്ക്കാൻ സാധിക്കും. അത് മറ്റൊരു ടോപ്പിക്കാണ്. അത് മറ്റൊരു വീഡിയോയിൽ പറയാം. ഇതുപോലെയുള്ള വീട് സംബന്ധമായ വിഷയങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ബൈ.